ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് കാർ ഓടിക്കാൻ നൽകിയ സംഭവങ്ങളൊക്കെ നമ്മൾ മുൻപും കേട്ടിട്ടുണ്ട്. അത്തരം ദൃശ്യങ്ങളൊക്കെ മുൻപും കണ്ടിട്ടുണ്ട്. കോഴിക്കോട് ചെക്യാട് 13കാരന് കാർ ഓടിക്കാൻ നൽകിയ പിതാവിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. ചെക്യാട് വേവം സ്വദേശി തേർക്കണ്ടിയിൽ നൌഷാദിനെതിരെയാണ് വളയം പോലീസ് കേസെടുത്തത്. കാർ വളയം പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ദൃശ്യ പുതിയടത്ത് വിവരങ്ങൾ നൽകാനായി ചേരുന്നു. ദൃശ്യ, റോഡുകൾ കുരുതിക്കളമാകുന്ന ഒരു കാലമാണ്. അപ്പോൾ ഒരു 13കാരനെ, പ്രായപൂർത്തിയാക്കാത്ത ഒരു 13കാരനെ കാറുമായി റോഡിൽ വിടാൻ കാണിച്ച രക്ഷിതാവിനെതിരെ കേസെടുക്കുകയല്ലാതെ മറ്റെന്താണ് ചെയ്യാനുള്ളത്? എന്താണ് കേസിന്റെ വിശദാംശങ്ങൾ? ജിൽസി, കഴിഞ്ഞ ഒക്ടോബർ 24-നായിരുന്നു ഈ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട സംഭവം. ഈ കുട്ടിയുടെ വീട്ടിൽ നിന്ന് പിതാവിൻ്റെ കൂടെ പുറത്തേക്ക് പോകുന്ന വീടിൻ്റെ സമീപത്തെ മുൻവശത്തെ റോഡിലൂടെ വാഹനം ഓടിക്കുന്ന ഒരു വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ കേരള പോലീസിൻ്റെ ശുഭയാത്ര പോർട്ടലിൽ ഈ ഒരു വീഡിയോ അടക്കം ഈ വീഡിയോ സഹിതം പരാതിയുമായി വന്നപ്പോഴാണ് ഈ വളയം പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിക്കുന്നത്. ഇതോടെ ഈ ഒരു വണ്ടിയുടെ നമ്പർ തിരിച്ചറിയുകയും വണ്ടി കസ്റ്റഡിയിലെടുക്കുകയും ായിരുന്നു. ചെക്യാട് വേവം സ്വദേശി നൌഷാദിനെതിരെയാണ് വളയം പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ വണ്ടി ഇപ്പോൾ വളയം പോലീസിന്റെ കസ്റ്റഡിയിലാണ്. മകൻ 13 വയസ്സുകാരനായ മകനെ ഇരുത്തി വണ്ടി ഓടിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാവുന്നതുപോലെ. ഈ മകൻ വണ്ടി ഓടിക്കുന്നു, പിതാവ് സൈഡിലുള്ള സീറ്റിൽ ഇരിക്കുന്നുണ്ട്. ഈ ഒരു ദൃശ്യങ്ങളാണ് ഈ ഒരു ഒക്ടോബർ 24-ന് ശേഷം സാമൂഹ്യ മാധ്യമങ്ങളാകെ പ്രചരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് പലരും ഈ ഒരു ശുഭയാത്ര പോർട്ടലിലെത്തി പരാതി നൽകുകയായിരുന്നു. ഈ വീഡിയോ സഹിതമാണ് പരാതി നൽകിയത്. അതുകൊണ്ട് തന്നെ ആ വീഡിയോയിൽ വണ്ടിയുടെ നമ്പർ വളരെ വ്യക്തമായി കാണുന്നുണ്ട്. ഇതോടെയാണ് പോലീസ് ഈ ഒരു വണ്ടി നമ്പർ തിരിച്ചറിഞ്ഞ് ഈ ഒരു ചെക്യാട് സ്വദേശി നൌഷാദിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ജിൽസി.